ഞാൻ പറയുമ്പോൾ ഇതൊരു എക്സെപ്ഷണലി ബിഗർ മൂവി എന്നൊന്നും ഞാൻ പറയുന്നത്. നമ്മളൊരു വളരെ ഹംബിൾ അറ്റംപ്റ്റാണ് ഈ സിനിമ. ഞാനിത് ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിനിമകൾ മാത്രമേ ഇപ്പം മലയാളത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സിനിമകൾ വിജയിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ, ചെറിയ ചെറിയ ടെക്നീഷ്യൻസ്, പ്രൊഡ്യൂസേഴ്സ് അധികം മുടക്കുമുതലില്ലാതെ, ഇപ്പോൾ പ്രകാശിൻ്റെ ഒരു മെയിൻ ഇൻഡസ്ട്രി അല്ലേ ഇത്, ഒരു കിട്ടിയ പൈസയിൽ ഒരു നല്ല ശതമാനം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സേവിങ്സിൽ ഒരു ശതമാനമായിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ അതിനുള്ളൊരു ബഡ്ജറ്റ്, അതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇനി ഇൻഡസ്ട്രിയിലേക്ക് ആൾ വരുള്ളൂ. അവിടെ ഇപ്പം ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ടോ ആർട്ടിസ്റ്റ് കിടന്ന് ബഹളം വെച്ചിട്ടോ ഒരു കാര്യമില്ല. വിജയവും പരാജയവും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മളൊരു സിനിമയെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഈ ദീപു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ ദീപുവിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ദ്രിയത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇവർ തമ്മിലിങ്ങനെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഇവർ തമ്മിൽ ഇങ്ങനെ ആയിരുന്നു. അതിൽ ഇന്ദ്രജിത്ത് എന്നൊരു നടൻ, എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഒരു കംപ്ലീറ്റ് ആക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇന്ദ്രജിത്ത് പ്രൂവ് ചെയ്തൊരു സിനിമയാണത്. അപ്പോൾ ഈ കൊച്ചു സിനിമയിലാണോ ഇത്ര സാധ്യതകളുള്ളതെന്ന് ചോദിച്ചാൽ അതിലെ ഒരു സീൻ കണ്ടിട്ട് ഞാൻ ദീപുവിൻ്റെ ചോദിച്ചു, ദീപു പറഞ്ഞ് ഇന്ദ്രൻ ചെയ്തതാണോ അതെ ഇന്ദ്രൻ സ്വയമേ ചെയ്തതാണോ? അപ്പോൾ ദീപു പറഞ്ഞു അത് ഞാൻ പറഞ്ഞ് ചെയ്തതല്ല, അത് പുള്ളി അങ്ങ് നാച്ചുറൽ. അതായത് അദ്ദേഹം ഒരു സ്ട്രേഞ്ചറെ ആണ് കൊണ്ടുവിടുന്നത്, ഡ്രോപ്പ് ചെയ്യുന്ന ആ മണിക്കൂറിനകത്ത് ദീപു പറഞ്ഞ പോലെ അവിടെ പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ഭാരം അയാൾക്ക് ഫീൽ, ഈ ആളിനെ കൊണ്ടിറക്കിയിട്ട് പോകുമ്പോൾ അയാൾ വീണ്ടും അത് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾക്ക് വീണ്ടും തിരിച്ചു വരണം. പക്ഷേ അയാൾക്ക് ആരുമല്ല അവരെ, അപ്പോൾ അവർ തിരിച്ചു വരേണ്ട കാര്യമില്ല. അങ്ങനെ വന്നിട്ട് അയാൾ വീണ്ടും കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഈ ആളെ കാണാനില്ല. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫീലുണ്ടെങ്കിൽ ആ ഫീല് ഒരു ഹൃദയമെടുപ്പായിട്ട് മാറും, ഒരു ചങ്കിടിപ്പിലോട്ട് കയറും ഒരാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ. അതിപ്പോൾ 2 വർഷം എടുക്കണമെന്നില്ല, ഒരു 10 നിമിഷം അല്ലെങ്കിൽ 10 മിനിറ്റ് ആയാലും മതി. ദീപു നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഒരു പ്രണയം ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ ചങ്കെടുപ്പ് ഫീൽ ചെയ്യുമ്പോൾ നമ്മളെ നടന്മാരൊക്കെ കുരുവൻ ചുളിച്ച്, നെറ്റി ചുളിച്ച്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ കവിള് കൊണ്ട്, കൈ കൊണ്ട് പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആക്ടിങ് ബോഡി ലാംഗ്വേജ് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ കണ്ടത് ആ സീനിലാണ്. അതായത് ഇന്ദ്രജിത്ത് ഇറങ്ങുമ്പോൾ ആ ഉള്ളിലുള്ള ചങ്കെടുപ്പ് ഇന്ദ്രജിത്ത് നടക്കുന്നതിലോട്ട് വരെയാണ്. അതായത് ഇന്ദ്രജിത്ത് ആ സീനിൽ നടക്കുകയല്ല, ഓടയല്ല, ആ ചെയ്തയ്ക്കുന്ന ഒരു സീനെ ഒരു കംപ്ലീറ്റ് ആക്ടർ, അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ വികാരം ഉൾക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ചിലപ്പോൾ പുള്ളി പോലും അറിഞ്ഞു കാണത്തില്ല. പക്ഷേ അത് ഞാൻ ദീപുവിൻ്റെ എടുത്ത് ചോദിച്ചു, ദീപു ഈ സീൻ, അതായത് ഇറങ്ങിയിട്ട് പുള്ളി നമ്മളൊരു ധൃതി വരുമ്പോൾ കൈ ഒന്ന് എടുത്ത് കയറ്റിയിട്ട് പുള്ളി നടക്കുന്ന ഒരു സീനുണ്ട്, അത് നടക്കുകയല്ല, ഓടയല്ല. ഞാൻ ദീപുവിൻ്റെ ചോദിച്ചത് എങ്ങനെ അത് ദീപു പറയാൻ അങ്ങനെ ആയിരിക്കണം ആ സീൻ എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു, അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ദ്രജിത്തിനെയൊക്കെ ആരും അത്രയും പ്രൈസ് ചെയ്യുന്നൊരു ആക്ടറാണ്, ഒരു രക്ഷയില്ല. എൻ്റെ ഒരു ഷൂട്ടിംഗ് നല്ല സിനിമ കൾച്ചറായിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും വലിയവരായിരുന്നില്ല ഈ ലൊക്കേഷനിൽ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഞാൻ അതാ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഒരു ലൊക്കേഷൻ അറേഞ്ച് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ്, അപ്പോൾ ദീപു എന്നെ വിളിച്ചത് പ്രകാശ് വർണ്ണം ലൊക്കേഷനിൽ. അപ്പോൾ എനിക്ക് ഞാൻ പനി പിടിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ചേഞ്ച് ആ ക്ലൈമാക്സിൻ്റെ നമ്മളൊരു വേറൊരു സീക്വൻസിലോട്ട് എൻ്റെ അഭിപ്രായമാണ് ദീപു എടുത്തത്. അതാണ് നമ്മുടെ സിനിമാ സമയത്ത് നമ്മൾ അങ്ങനെയാണ് ഒരു ഡയറക്ടറുടെ ഈഗോ അനുവദിക്കത്തില്ല. അതെ, ക്ലൈമാക്സ് ഒരു സംഭവം വെച്ചേക്കുന്നത് അതിനെ വേറൊരു സീനിലോട്ട് പറയും. സീൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ സിനിമയെ ബാധിക്കും, സിനിമയെ ബാധിക്കും, അതുകൊണ്ട് സീന് പറയുന്നത് അതിലോട്ട് മാറ്റുന്നു, അതിൻ്റെ ഒരു ബൂസ്റ്റിങ് അതിനെ കയറി വരുന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദീപും പറഞ്ഞു, ഇന്ദ്രജിത്തും പറഞ്ഞു, അത് നന്നായി. ആ ഒരു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.